സോ വേൾഡ് കപ്പ് സെമി ഫൈനൽസിലോട്ട് കിടക്കുകയാണ്. ഇവിടുത്തെ സെമി ഫൈനൽസിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. കാരണം 1, 2, 3, 4 സ്ഥാനക്കാരാണ് ഇവിടുത്തെ സെമി ഫൈനൽസിൽ നേരിടാൻ പോകുന്നത്. ഒന്നാമത് അർജൻറ്റീന, രണ്ടാമത് സ്പെയിൻ, മൂന്നാമത് ഫ്രാൻസ്, നാലാമത് ഇംഗ്ലണ്ട്. ഇവർ തമ്മിലാണ് ഇവിടുത്തെ സെമി ഫൈനൽസ് നേരിടാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് vs സ്പെയിൻ മത്സരമാണ്. അത് 15-ാം തീയതി 12:30-ക്കാണ് മത്സരം നടക്കുന്നത്. ഫ്രാൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരാഗ്വേനെ റൗണ്ട് ഓഫ് 16-ലും ക്വാർട്ടർ ഫൈനൽസിൽ മൊറോക്കോനെ നേരിട്ടാണ് വന്നത്. ഇപ്പോൾ സ്പെയിനിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് 16-ൽ പോർച്ചുഗലിനെ നേരിട്ടിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനൽസിൽ ബെൽജിയത്തെയും അടിച്ചിട്ടാണ് സ്പെയിൻ വന്നത്. സോ ഫ്രാൻസ് vs സ്പെയിനിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകപ്പാടെ 38 മത്സരങ്ങളാണ് നടന്നത്. അതിൽ 18 എണ്ണം സ്പെയിൻ ജയിച്ചിട്ടുണ്ട്, 13 എണ്ണമാണ് ഫ്രാൻസ് ജയിച്ചത്. അതിൽ 7 എണ്ണം ഡ്രോ ആയിരുന്നു. സോ അവസാനം നടന്നത് നാഷണൽസ് ലീഗ് 2025 നടന്നതാണ്. അത് 5-4 എന്നുള്ള സ്കോറിൽ സ്പെയിൻ ജയിച്ചതാണ്. സോ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്പെയിൻ ജയിക്കുന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അതിൻ്റെ ഒരു പ്രധാന കാരണം ആകപ്പാടെ ഒറ്റ ഗോൾ മാത്രമേ ഈ വേൾഡ് കപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളിൽ സ്പെയിൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതാ ബെൽജിയത്തോടുള്ള മത്സരം. പറയാം, ഫ്രാൻസ് നല്ലൊരു സ്ക്വാഡാണ്. ഡെംബലയും എംപാപ്പയും ഒലീസയും ദുവയും ഒക്കെ ഉള്ള ഒരു ഗംഭീര സ്ക്വാഡ് തന്നെയാണ് ഫ്രാൻസ്. അപ്പോൾ അതുപോലെ തന്നെ സ്പെയിനും നല്ലൊരു സ്ക്വാഡാണ്. യമാലും ഡാനി ഒൽമോയും, മുമ്പിലാണെങ്കിൽ ഒയർസബാലും വരുന്നുണ്ട്, ബേക്കിലാണെങ്കിൽ കുബാർസി വരുന്നുണ്ട്, കുക്കുറിയ വരുന്നുണ്ട്. അത് നല്ലൊരു സ്കോർ തന്നെയാണ് സ്പെയിനും. പക്ഷേ എൻ്റെ ഒരു പ്രഡിഷൻ എന്താണെന്ന് വെച്ചാൽ സ്പെയിൻ ജയിക്കും തന്നെയാണ് എൻ്റെ ഒരു പ്രഡിഷൻ. പിന്നെ അർജൻറ്റീന vs ഇംഗ്ലണ്ട് മത്സരമാണ്. അതും 16-ാം തീയതി 12:30-ക്കാണ്. ഈ അർജൻറ്റീന vs ഇംഗ്ലണ്ട് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 1986-ലെ ആ നൂറ്റാണ്ടിൻ്റെ ഗോൾ പറഞ്ഞതാണ്. ക്വാർട്ടർ ഫൈനൽസിൽ മറഡോണ കൈകൊണ്ട് അടിച്ച ഗോൾ, അങ്ങനെ പറയാം. സോ ഈ വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജൻറ്റീന ഈജിപ്തിനെയും സ്വിറ്റ്സർലാൻഡിനെയും നേരിട്ടിട്ടാണ് അർജൻറ്റീന സെമിയിലെത്തിയത്. മെക്സിക്കോനെയും നോർവേയും നേരിട്ടിട്ടാണ് സെമിയിലോട്ട് എത്തിയത് ഇംഗ്ലണ്ടും. ഗംഭീര മത്സരം തന്നെ ആയിരിക്കും ഇവർ തമ്മിലുള്ള മത്സരം. ഇവർ തമ്മിലുള്ള ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ ആകപ്പാടെ 14 തവണയാണ് അർജൻറ്റീന ഇംഗ്ലണ്ട് മത്സരം നടന്നത്. അതിൽ 6 തവണ ഇംഗ്ലണ്ടാണ് ജയിച്ചത്, 3 തവണ മാത്രമേ അർജൻറ്റീന ജയിച്ചിട്ടുള്ളൂ, 5 തവണ ഡ്രോ ആയിരുന്നു. അർജൻറ്റീന vs ഇംഗ്ലണ്ട് മത്സരം അവസാനം നടന്നത് 2005 നവംബർ 12-നാണ്. അതിനുശേഷം 20 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു മത്സരം നടക്കുന്നത്. അതും മെസ്സിൻ്റെ ഒക്കെ ആദ്യമായിട്ടുള്ളൊരു ഇംഗ്ലണ്ടിനെ നേരിടുന്ന മത്സരം കൂടിയാണ്. പക്ഷേ എൻ്റെ ഒരു പ്രഡിഷൻ എന്താണെന്ന് വെച്ചാൽ ഈ തവണ അർജൻറ്റീന ജയിക്കുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അർജൻറ്റീന ഇതുവരെ സെമി ഫൈനൽസിൽ ആരുമായിട്ടും തോറ്റിട്ടില്ല. അത് 1930 ആദ്യത്തെ വേൾഡ് കപ്പ് മുതൽ 2022 വേൾഡ് കപ്പ് വരെയുള്ള വലിയൊരു ചരിത്രമാണ്. അത് ആവർത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഗംഭീര മത്സരം തന്നെ ആയിരിക്കും ഈ സെമി ഫൈനൽസിലെ മത്സരങ്ങളെല്ലാം. എൻ്റെ ഒരു പ്രഡിഷൻ ഇതാണ്, അർജൻറ്റീനയും സ്പെയിനും ആയിരിക്കും ഫൈനലിൽ ഉണ്ടാകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.